ആട്, കോഴി, പശു, തത്ത, പൂച്ച, ലവ് ബേർഡ്സ്, എന്തിനു പറയുന്നത്, തേനീച്ചേനെ വരെ വളർത്തിയ വീടായത്. പക്ഷെ ഇപ്പോൾ അവരാരും ഇവിടെയില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സമയത്ത് എനിക്ക് സ്ട്രെസ് റിലീഫായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. ഹേയ്, ഇറ്റ്സ് ദേവിക. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പൊക്കെ വേണോ നിങ്ങൾക്ക്? പേരയ്ക്കായാലോ? ഇത് ചെറുതാ, വലുതുണ്ട്, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല. ഹേ ഗൈസ്, ആദ്യത്തെ ആളാണ് ഇയാൾ, എൻ്റെ ബെല്ലമോൾ. ബെല്ലു, യെസ്, 3-ാം മാസത്തിലെത്തിയത് ഇവിടെ. ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു. ഇവളെയും കൊണ്ട് കുറച്ചൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ടത്. എത്ര കാലം, 3-ാം മാസത്തിലെത്തിയിട്ട് അന്ന് തൊട്ട് ഒരു 8-ാം മാസം വരെ ഞാൻ കംപ്ലീറ്റ് ആഴ്ചക്ക് ഹോസ്പിറ്റലിൽ പോക്കേന് ഇവളെയും കൂട്ടിയിട്ട്. ബെല്ലമോളെ, കുളിപ്പിക്കണം. ഇന്നോ നാളെ ആയിട്ട് ഞാൻ നിന്നെ കുളിപ്പിക്കും, നോക്കിക്കോ. സുന്ദരി പെണ്ണാണേ. ആക്ച്വലി ഞാൻ ഇങ്ങനെ പെറ്റ്സിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇവരെ ഞാൻ അങ്ങനെ മാറ്റി നിർത്തുക. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹാപ്പി ആക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇവർ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് തല പുകഞ്ഞ് നിൽക്കുന്ന സമയത്തില്ലേ, ഇവിടെ വന്നിട്ട് ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഇരുത്തായിരിക്കും. എന്നേരം കിട്ടുന്ന സമാധാനമില്ലേ, വേറെ ഒരു കാര്യത്തിനും കിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവന്മാരെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം കാണിച്ച ഗപ്പീസ് ഉണ്ട് എന്ന് ഞാൻ പറയൂല. ഗപ്പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ തുടർ പരമ്പരയായിട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ആരൊക്കെയാ? ദൈവന്മാരാ. അവരും പിന്നെ ഈ ഒരു കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവന്മാരാണ് അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും കളർഫുൾ ആയിട്ടുള്ള ഗപ്പീസ് ഞാൻ ഭയങ്കര ഇഷ്ടം. അത് എനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടുക. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ടൗണിൽ ഏകദേശം ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെ ഗപ്പീസിനും ഫിഷ് ഒരുപാട് പെറ്റ്സിനും ഒക്കെ വെക്കുന്നൊരു കടയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറുള്ള ഗപ്പീസ്. അപ്പോൾ കൂട്ടിയിട്ട് പോയത് എൻ്റെ അനിയത്തിനെ. അപ്പോൾ ഓളെ ഞാൻ സ്പോൺസർ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചതാണ് ഇവരെ. ഈ കാണുന്നതെല്ലാം ഇവരെ മക്കളാ. വെറുതെ ശ്രദ്ധിച്ചായിരുന്നു വീഡിയോ കാണുമ്പോൾ ഒരു ഗ്ലിച്ച് സംഭവം. എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടക്കെന്തോ പറ്റിയതാ. ഇവന്മാരെല്ലാം ആ കളറുള്ളവൻ വരെ ഇവരുടെ മക്കളാണ്. അത് കഴിഞ്ഞ് 2-3 ആഴ്ച ഞാൻ വീണ്ടും പോയി ആ പെറ്റ് ഷോപ്പിൽ. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനി കളറും അതിൻ്റെ വാലും. എന്തൊരു അഴകാന്ന് വിചാരിച്ചേ. അപ്പം എൻ്റെ കൂടെ ആരാ ഉണ്ടായിരുന്നേ? ആ ആളെ കൊണ്ട് ഞാൻ അവരെയും അങ്ങ് സ്പോൺസർ ചെയ്ത് വാങ്ങിപ്പിച്ച്. ശരിക്കും പറയുകയാണെങ്കിലേ ഈ മയിലില്ലേ, മയിൽപ്പീരി, ആ ഒരു ഫീലാണ് കിട്ടിയ എനിക്ക് ഇവന്മാരെ കണ്ടപ്പോൾ. പിന്നെ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവന്മാരെ കണ്ടോ, ഞാൻ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓടിപ്പടിച്ച് ഇവിടെ വരും. എന്നിട്ട് എല്ലാവരും ഇവിടെ പറ്റിയിരിക്കും. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ നിൽക്കുക ചെയ്യുക. അത് പോവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വഴി അറിയാമെന്ന് പറഞ്ഞല്ലേ. പണ്ടേ ഉള്ള കുറച്ച് പേരുണ്ട്, കാണാനാ? വാ. ആ തവള ഇതിൻ്റെ അകത്ത് കയറി കൂടിയിട്ട് 3-4 മാസമായി. ഇറക്കി വിട്ടാലും കയറി വന്ന് ഇരുന്നോളൂ. പിന്നെ കുഴപ്പമില്ല, എന്നാൽ മീനുകളെ ഉപദ്രവിക്കാണ്ട് നിന്നാൽ മതി. ഈ ഉറുമ്പിനെ കണ്ടോ? ഇതാ എൻ്റെ വെള്ളേന ഇത്ര നേരം കടിച്ച് പറിച്ചുകൊണ്ടിരുന്ന ഉറുമ്പ ഇത്. എന്തിൻ്റെ ആവശ്യമാണ് ആ സാധു ജീവിനെ നോക്കരുതോ? അയ്യോ ഒച്ചടാ, അതിന് ഈ കടിച്ച് പറിക്കാനായിട്ട്. ഗൈസ്, നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ പെറ്റ്സ് എല്ലാം ഉണ്ടോ? എൻ്റെ മെയിൻ ഹോബിയാണ് ഇവിടെ വന്നിരിക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക. ഇവരെ നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ആ ഒരു ഫീലിംഗ് ഇല്ലേ, ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വീട്ടിൽ കുറേ പൂച്ചയുണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല, എല്ലാം ഒരാളിപ്പോൾ കാണാനില്ല.
ആദ്യം 2 പേരെ കാണാണ്ടായി, ഒരാൾ തിരിച്ചു വന്നു, പിന്നെ അയാളെ പിന്നെയും കാണാണ്ടായി, പിന്നെ ഒരാൾ സുഖമില്ലാണ്ട് മരിച്ചുപോയി, അങ്ങനെ പിന്നെ കാണാണ്ടായി, അങ്ങനെ ഫുള്ള് പ്രശ്നമാണ്. പൂച്ചയല്ലേ, പൂച്ച ഭയങ്കര നമുക്കൊരു ഹാപ്പി ഫീലിംഗ് തരുന്ന ഒരാളാണ്. ആൾക്കാർ പറയും പൂച്ചക്ക് നന്ദിയൊന്നും ഉണ്ടാവില്ല, ചെയ്തു കൊടുക്കുന്ന ഒന്നും അവർക്ക് കണക്കുണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് അവർ. ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. രീതിക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എൻ്റെ ചേച്ചീൻ്റെ മോള് വന്നിട്ടുണ്ട്, ഇന്ന് ഒന്നും നടക്കൂല. ഓക്കെ ഗൈസ്, ബൈ.